വെളപ്പിൽശാല അന്വേഷണം അട്ടിമറിക്കാൻ കാട്ടാക്കട ഇടതുപക്ഷ എം.എൽ.എയും ആരോഗ്യ മന്ത്രിയും സംയുക്തമായി ശ്രമിക്കുകയാണെന്ന് ബി.ജെ.പി. ആരോപിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ നിരുത്തരവാദപരമായ മനുഷ്യത്വരഹിതമായ പ്രസ്താവന. സത്യത്തിൽ വെളപ്പിൽശാല ആശുപത്രിയിൽ നടന്നത് ബിസ്മിർ എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു സാധാരണ മരണമല്ല, അതൊരു കൊലപാതകം തന്നെയാണ്. പക്ഷേ ഈ മരണത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് ഉത്തരവാദികളായ ജീവനക്കാരുടെ പേരിൽ അന്വേഷണം നടത്തി നിയമപരമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് പകരം അവരെ പൂർണ്ണമായും വെള്ളപൂശാനും അതേപോലെ മരണപ്പെട്ട കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനുമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ചെയ്ത പ്രസംഗത്തിലൂടെ കാണുന്നത്. അവിടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, പ്രാഥമിക ഒരു കിടപ്പ് ചികിത്സയുള്ള ഒരു ആശുപത്രിയുടെ കവാടങ്ങൾ എങ്ങനെയാണ് കൊട്ടിയടക്കപ്പെടുന്നത്? അത് കഴിഞ്ഞിട്ട് അകത്ത് കടന്നപ്പോൾ അവിടെ നിന്നും പ്രാഥമികമായ ചികിത്സ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അടിസ്ഥാന ചികിത്സ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പ്രാഥമികമായ ചികിത്സയും നൽകിയില്ല. അവിടെ ഒരു ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് ബിസ്മിറിൻ്റെ ഭാര്യ ജാസ്മിൻ എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് ഓക്സിജൻ സിലിണ്ടർ അതിൻ്റെ സൗകര്യം ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തികച്ചും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപവും അനാസ്ഥയുമാണ്, കെടുകാര്യസ്ഥതയുമാണ് അവിടെ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ അവരെ സംരക്ഷിക്കാനാണ് ആരോഗ്യമന്ത്രി തയ്യാറാകുന്നത്. അതിന് കാരണം സ്ഥലം എം.എൽ.എ, കാട്ടാക്കട സ്ഥലം എം.എൽ.എയുടെ നിർദ്ദേശാനുസരണമാണ്, താല്പര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അവിടുത്തെ ആശുപത്രിയുടെ അപര്യാപ്തത, ശോച്യാവസ്ഥ, ഇതിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നിരവധി തവണ സമരം നടത്തിയിട്ടുണ്ട്. നേമം ബ്ലോക്ക് പഞ്ചായത്തിലെ 5 ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് ഈ വെളപ്പിൽ ആശുപത്രി എന്ന് പറയുന്നത്. 5 പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ തലപ്പത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് ഈ വെളപ്പിൽശാല എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ആവശ്യമായ ഡോക്ടർമാരില്ല, ആവശ്യമായ നഴ്സുമാരില്ല, അതുപോലെ ലാബ് ടെക്നീഷ്യന്മാരില്ല, ഫാർമസിസ്റ്റ് ഇല്ല. മാത്രമല്ല, ഇവിടെ ജോലി ചെയ്യുന്ന പരിമിതമായ ജീവനക്കാരെന്ന് പറയുന്നത് അവിടെ കരാർ ജീവനക്കാരാണ്. കരാർ അടിസ്ഥാനത്തിലാണ് അവിടെ ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ മറ്റു ജീവനക്കാരും ജോലി ചെയ്യുന്നത്. 1976 സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് അവിടെ ജോലിക്കാരെ നിശ്ചയിക്കുന്നത്. 76 കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായി? പക്ഷേ ഇത് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുള്ള ഗുരുതരമായ അനാസ്ഥയാണ്. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ എന്നുള്ള നിലയിൽ അവിടെ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കാൻ ഈ ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല. ആരോഗ്യമന്ത്രിയെ ഞങ്ങൾ പരസ്യമായിട്ടൊരു സംവാദത്തിന് വെല്ലുവിളിക്കുക. ഈ ആശുപത്രി സന്ദർശിച്ചിട്ട് അവിടുത്തെ ശോച്യാവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറാകുമോ? ഇപ്പോൾ അവിടെ ചികിത്സയ്ക്ക് വന്ന ആ മരണപ്പെട്ട ജാസ്മിറും അവരുടെ കുടുംബങ്ങളുമാണ് ഇപ്പോൾ യഥാർത്ഥ കുറ്റക്കാരെന്നാണ് ഈ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈ ആരോഗ്യമന്ത്രി പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് വെളപ്പിൽശാലയുടെ കാര്യം മാത്രമല്ല, കേരളത്തിലെ എല്ലാ ആരോഗ്യ മേഖലയുടെ മൊത്തം അവസ്ഥ ഇതാണ് എന്ന കാര്യം സംശയമില്ല. നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിച്ച മന്ത്രി എന്നുള്ളതായിരിക്കും നമ്മുടെ വീണ ജോർജിനെ കേരളത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഒരു സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം.
ഈ ബിഷ്മീറിൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ജാസ്മിറിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം. കാരണം ജാസ്മിറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റിനാണ്, ആരോഗ്യവകുപ്പിനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലും പുറത്തും വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നു. കേരളത്തിലെ തകർന്നു കിടക്കുന്ന, തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തി നിൽക്കുന്ന ആരോഗ്യ മേഖല ശോച്യാവസ്ഥക്കെതിരെ BJP സംസ്ഥാന വ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്താൻ തയ്യാറാകും. ഇക്കാര്യം BJPയുടെ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യും.